വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ സംസ്ഥാനത്ത് ഇന്ധന സെസ് വർധനയ്ക്കെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ കോൺഗ്രസ്. നിയമസഭയിൽ MLA മാർ നടത്തുന്ന സത്യാഗ്രഹ സമരം തുടരും. സെക്രട്ടേറിയറ്റിലേക്കും കളക്ട്രേറ്റുകളിലേക്കും കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തുകയാണ്. ശരത് കെ ശശിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ശരത്ത്, ഇന്ധന സെസ് വർധനയുമായി ബന്ധപ്പെട്ട സമരം സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ കടുപ്പിക്കുന്നു പ്രതിപക്ഷം, കോൺഗ്രസ്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? അതെ, സംസ്ഥാനത്ത് ഇന്ധന സെസ് വർധനയ്ക്കെതിരെ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ ബൈക്ക് കത്തിച്ചാണ് തിരുവനന്തപുരത്ത് അവരുടെ പ്രതിഷേധം നടന്നത്. നിയമസഭയിൽ MLA മാർ നടത്തുന്ന സത്യാഗ്രഹ സമരം തുടരുകയാണ്. രണ്ടാം ദിവസത്തിലേക്ക് സത്യാഗ്രഹ സമരം തുടരുന്നു. സെക്രട്ടേറിയറ്റിലേക്കും കളക്ട്രേറ്റുകളിലേക്കും കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തുകയാണ്. ശരത് കെ ശശിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ശരത്ത്, എന്തൊക്കെയാണ് സമര പരിപാടികൾ കോൺഗ്രസിന്റെ? അതെ, ഈ ബജറ്റിലാണ്, അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ രണ്ടാം സമ്പൂർണ്ണ ബജറ്റിലാണ് പെട്രോളിനും ഡീസലിനും 2 രൂപ സാമൂഹ്യ സുരക്ഷാ സെസ് ഏർപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായത്. ആ തീരുമാനത്തിനെതിരെയാണ് നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത്. നിയമസഭയിൽ MLA മാർ ഇന്നലെ സത്യാഗ്രഹ സമരം തുടങ്ങിയിരുന്നു. ആ സത്യാഗ്രഹ സമരം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നു. അതേസമയം തന്നെ സഭയ്ക്കകത്തും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടുമൊക്കെ ഈ വിഷയം അവതരിപ്പിച്ച് അത് കൂടുതൽ പ്രതിഷേധം പരിപാടികളിലേക്ക് പോകാൻ നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. അതുപോലെ സെക്രട്ടേറിയറ്റിലേക്കും കളക്ട്രേറ്റുകളിലേക്കും കോൺഗ്രസ് ഇന്ന് മാർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. ശരത് കെ ശശിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ശരത്ത്, എന്തൊക്കെയാണ് കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പദ്ധതിയിടുന്ന പ്രതിഷേധങ്ങൾ? അതെ, തീർച്ചയായും ശരത് കെ ശശി അല്പസമയത്തിനകം നമുക്കൊപ്പം ചേരും. നിയമസഭയിൽ ഇന്ധന സെസ് വർധനയ്ക്കെതിരെ അല്ലെങ്കിൽ സെസ് ഏർപ്പെടുത്തിയതിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് MLA മാർ നടത്തുന്ന സത്യാഗ്രഹ സമരം രണ്ടാം ദിവസത്തിലേക്ക് കടക്കുന്നു. സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. ഷാഫി പറമ്പിൽ, അതുപോലെ മാത്യു കുഴൽനാടൻ, നജീബ് കാന്തപുരം അടക്കമുള്ള MLA മാർ 4 MLA മാർ സത്യാഗ്രഹ സമരവുമായി മുന്നോട്ട് പോകുന്നു. അതേസമയം സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. ഇന്നലെ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് മുൻപ് ആമുഖമായി അവർ ഒരു ബൈക്കിന് തീ കൊളുത്തിക്കൊണ്ടാണ്, ബൈക്ക് കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധത്തിലേക്ക് കടന്നത്. ഈ പ്രതിഷേധ പരിപാടികൾ ഇന്നും തുടരുകയാണ്. ഇന്ധന വില വർധനയ്ക്കെതിരെ, ഇന്ധനത്തിന് സെസ് ഏർപ്പെടുത്തിയതിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന പ്രതിഷേധ പരിപാടികൾ തുടരുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് അത്തരം പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ശരത് കെ ശശിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ശരത്ത്, എന്തൊക്കെ പ്രതിഷേധമാണ് ഇപ്പോൾ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് പ്ലാൻ ചെയ്യുന്നത്, പദ്ധതിയിടുന്നത്? ഫിറോസ്, സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ ഈ ഇന്ധനവില വർധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ ഈ ബജറ്റ് പ്രഖ്യാപനം നടന്ന ദിവസം മുതൽ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന്റെ തുടർച്ച ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ MLA മാരുടെ സത്യാഗ്രഹം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 4 പ്രതിപക്ഷ MLA മാരാണ് നിയമസഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുന്നത്. ഈ 4 MLA മാരുടെ സത്യാഗ്രഹം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ സർക്കാരിനെതിരെ ശക്തമായ സമരം എന്നുള്ള ഒരു ലൈനാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ജില്ലാ കളക്ടറേറ്റിലേക്കും അതുപോലെ തന്നെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്കും മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. 12 മണിക്ക് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുന്ന മാർച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഉദ്ഘാടനം ചെയ്യുക. കളക്ടറേറ്റുകളിലും ഇതേപോലെ ഇന്ന് സമര പരിപാടികൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിശ്ചയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് വളരെ ശക്തമായി തന്നെ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷം സമരം സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം ഇന്ന് ബജറ്റ് ചർച്ചയുടെ രണ്ടാം ദിവസമാണ്. ബജറ്റ് ചർച്ചയുടെ രണ്ടാം ദിവസമായ ഇന്നും സഭയ്ക്കകത്ത് ചർച്ചയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള ഒരു വിമർശനങ്ങൾ തുടരാനാണ് പ്രതിപക്ഷം നിശ്ചയിച്ചിരിക്കുന്നത്.
ഇതിന്റെ വരും ദിവസങ്ങളിലും ഈ ഇന്ധനവില വർധന പിൻവലിക്കുന്നത് വരെ സമരം എന്ന ഒരു തീരുമാനമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന UDF യോഗം കൈക്കൊണ്ടത്. അതിന്റെ ഭാഗമായി 13-ാം തീയതി രാപ്പകൽ സമരം നടത്തുന്നതിനും UDF നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സമരമൊക്കെ തന്നെ ശക്തമായി നടക്കുന്ന ഒരു അന്തരീക്ഷത്തിലും കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ ഈ ഇന്ധനവില വർധനയെ ന്യായീകരിച്ചുകൊണ്ടാണ് സഭയിൽ സംസാരിച്ചത്. പരിമിതമായ ഒരു നികുതി വർധന ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അനിവാര്യമാണെന്നായിരുന്നു മന്ത്രിയുടെ ന്യായീകരണം. കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ മറ്റ് പോംവഴികളില്ല എന്നതാണ് മന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും വിശദീകരിക്കുന്നത്. വഴികളില്ല എന്ന് മന്ത്രിയും സർക്കാരും വിശദീകരിക്കുന്നു. അതേസമയം ഇത് കുറയ്ക്കാതെ മറ്റ് പോംവഴിയില്ല എന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും കൃത്യമായും ഒരു നിലപാടിൽ നിൽക്കുന്നു. ഇന്നലെ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്ത് നടന്ന സമരത്തിൽ ഒരു ബൈക്ക് കത്തിച്ചുകൊണ്ടായിരുന്നു ആ സമരം മുന്നോട്ട് പോയത്. സ്വാഭാവികമായും ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ കളക്ടറേറ്റുകളിലേക്കും കോൺഗ്രസ് മാർച്ച് നടത്താനിരിക്കുന്നു. അതിന്റെ ഒരു സ്വഭാവം എന്തായിരിക്കും ശരത്? തീർച്ചയായും വലിയ പ്രക്ഷുബ്ധമായി മാറാൻ തന്നെയാണ് സാധ്യത. ഈ സമരങ്ങൾ പ്രക്ഷുബ്ധമായി മാറുമെന്ന് വേണം കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാം സമരങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ. ബജറ്റ് അവതരിപ്പിച്ച ദിവസത്തിന് ശേഷമുണ്ടായ എല്ലാ സമരങ്ങളും വളരെ ഒരു സംഘർഷഭരിതമാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. സെക്രട്ടേറിയറ്റിലേക്ക് ബജറ്റ് അവതരിപ്പിച്ച 3-ാം തീയതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിലേക്ക് ജലപീരങ്കി പ്രയോഗിച്ചാണ് പോലീസിന് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിരിച്ചുവിടേണ്ടി വന്നത്. ഇന്നലെ നടന്ന മാർച്ചിൽ പോലീസിന്റെ കൺമുമ്പിൽ വലിയ ഒരു സംഘർഷാവസ്ഥ തന്നെ സൃഷ്ടിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഒരു പഴയ ബൈക്ക് അടക്കം കത്തിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കഴിഞ്ഞ 2 ദിവസം മുൻപ് എറണാകുളത്ത് വെച്ച് 2 തവണയാണ് കരിങ്കൊടി കാണിച്ചത്. അങ്ങനെ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സമരം നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സമരവും വളരെ പ്രക്ഷുബ്ധമായി മാറുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. സത്യഗ്രഹ ശ്രമത്തിന്റെ ഒരു സ്വഭാവം എന്താണ്? അവർ അവിടെ കുത്തിയിരിക്കുകയാണോ? എത്ര ദിവസം കൂടി അങ്ങനെ ഇരിക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്? ഫിറോസ്, അനിശ്ചിതകാല സത്യഗ്രഹ സമരം എന്നുള്ളതാണ് നേതൃത്വം. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ നിയമസഭയിൽ സമരപ്രഖ്യാപനം നടത്തിക്കൊണ്ട് പറഞ്ഞത് ഈ MLA-മാർ അവർ അവിടെ തന്നെ ഉപവസിച്ചുകൊണ്ട് അവിടെ തന്നെ സത്യഗ്രഹം ഇരിക്കുകയാണ്. ഇന്നലെ മുതൽ അവിടെ തന്നെ ഉച്ചയോടുകൂടി അവർ 4 പേരും അവിടെ ഈ നിയമസഭയുടെ പ്രധാനപ്പെട്ട കവാടത്തിന് മുന്നിൽ സത്യഗ്രഹം ആരംഭിച്ചതാണ്. പുസ്തകങ്ങൾ വായിച്ചും അതോടൊപ്പം തന്നെ ഈ ഇടവേളകളിലൊക്കെ തന്നെ സഹപ്രവർത്തകരുമായി ഒക്കെ തന്നെ സംവദിച്ചുകൊണ്ടുമാണ് ഇവർ ഇപ്പോൾ ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത്. വളരെ ഈ സമരത്തിൽ നിന്ന് നമ്മൾ നേരത്തെ ഇവരുമായൊക്കെ തന്നെ സംസാരിച്ചിരുന്നു. ആ ഘട്ടത്തിൽ ഈ സമരം ചെയ്യുന്ന MLA-മാർ പറഞ്ഞത് ഒരു കാരണവശാലും വിട്ടുവീഴ്ചയ്ക്കില്ല, ഈ വിലവർധന പിൻവലിക്കുന്നത് വരെ സമരം എന്നതാണ് ഈ നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷേ നാളെ ഈ വില 2 രൂപ വർദ്ധിപ്പിച്ച തീരുമാനത്തിൽ ഒരു പുനരാലോചന സംബന്ധിച്ച് സർക്കാരിന്റെ തീരുമാനം നാളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഈ സമരം അവസാനിക്കുകയും ചെയ്യും. ശരത്, മറ്റൊരു കാര്യം, ഈ വെള്ളക്കര വർധനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ വിഷയം സഭയിൽ ഉന്നയിച്ചുകൊണ്ട് വിൻസെന്റ് MLA അദ്ദേഹം ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയെന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തായി? ഈ അടിയന്തര പ്രമേയ നോട്ടീസിന്മേൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോൾ മറുപടി നൽകുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറഞ്ഞതാണ്. ഏത് സാഹചര്യത്തിലാണ് വെള്ളക്കരം വർദ്ധിപ്പിക്കേണ്ടി വന്നത് എന്നത് കഴിഞ്ഞ ദിവസം തന്നെ മറുപടി നൽകിയതാണ്. അടിയന്തര പ്രമേയമായി ഈ ഒരു വിഷയം കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞത്. ഏതാണ്ട് ഒരു 1000 ലിറ്റർ വെള്ളം നൽകുമ്പോൾ ഒരു വാട്ടർ കണക്ഷൻ ഉള്ളയാൾക്ക് 1000 ലിറ്റർ വെള്ളം നൽകുമ്പോൾ വാട്ടർ അതോറിറ്റി നിലവിൽ സഹിക്കേണ്ടി വരുന്നത് 10 രൂപയോളം നഷ്ടമാണ്. അങ്ങനെ ആ രീതിയിലാണ് ചെലവും അതുപോലെ തന്നെ വരുമാനവും തമ്മിലുള്ള അന്തരം നിലനിൽക്കുന്നത്. അതുകൊണ്ട് വെള്ളക്കരം ലിറ്ററിന് 1 പൈസ വർദ്ധിപ്പിക്കാതെ മറ്റ് പോംവഴികളില്ല എന്ന വിശദീകരണമാണ് ഇക്കാര്യത്തിൽ മന്ത്രി അല്പസമയം മുൻപ് നൽകിയത്. ഇത്തവണ 13 ലക്ഷത്തിലധികം കണക്ഷൻ കൂടി കൊടുക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ സേവനങ്ങളും പണപ്പെരുപ്പത്തിനനുസരിച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളക്കരത്തിന്റെ കാര്യത്തിലും അത്തരമൊരു വർധന അനിവാര്യമാണ് എന്നും മന്ത്രി വിശദീകരിക്കുകയും ചെയ്തു. ഏതായാലും വിൻസെന്റ്, പ്രതിപക്ഷത്ത് നിന്ന് വിൻസെന്റ് ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. അദ്ദേഹം മരണക്കിടക്കയിൽ കിടക്കുന്നവർ പോലും വെള്ളം ചോദിച്ചാൽ അതിനും കത്ത് നൽകേണ്ടുന്ന അവസ്ഥ, ആ നിലയിലാണ് ഇപ്പോൾ ഈ വെള്ളക്കര വർധന ഉണ്ടായിരിക്കുന്നത് എന്ന വിമർശനം സർക്കാരിനെതിരെ ഉന്നയിക്കുന്നു. വിഷയങ്ങൾ ശക്തമായി പ്രതിപക്ഷം ഉന്നയിക്കുന്നു. അതുപോലെ ഇന്ധന സെസ്
ഇന്ധനത്തിന് പെട്രോളിനും ഡീസലിനും സെസ് ഏർപ്പെടുത്തിയ തീരുമാനത്തിനെതിരെയും ഉള്ള പ്രതിഷേധം ശക്തമാക്കുകയാണ്. നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാൻ കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു. അതേസമയം ഇന്ന് കളക്ട്രേറ്റുകളിലേക്കും അതുപോലെ സെക്രട്ടേറിയറ്റിലേക്കുമുള്ള മാർച്ചും കോൺഗ്രസ് പദ്ധതിയിടുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനവും ഉണ്ടാകുന്നു. അതേസമയം സഭയിലും ഇന്ധന വിലവർധന അതുപോലെ വെള്ളക്കരം കൂട്ടിയ നടപടിയൊക്കെ വലിയ ചർച്ചകളിലേക്കും ഒക്കെ പോകുന്നു സഭയ്ക്കകത്തും. ശരത് കെ ശശിയാണ് നിയമസഭയിൽ നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത